So our seventh question is examine the validity of the following agreements under the provisions of the Indian Contract Act 1872 and justify your answer. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പം മിസ്സസ് പ്രിയ പേസ് എ സം ഓഫ് ₹10,000 ടു എ മാരേജ് ബ്യൂറോ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസ്പെക്റ്റീവ് ഗ്രൂംസ് ഫോർ ഹെർ ഡോട്ടേഴ്സ് മാരേജ്. അപ്പം ഡോട്ടറിൻ്റെ മാരേജിന് അഡ്രസ് ഓഫ് ദി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അബൌട്ട് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഗ്രൂമിനെ പറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ₹10,000 ഒരു മാരേജ് ബ്യൂറോയ്ക്ക് കൊടുത്തു. അപ്പം ഇതൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണോ, വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണോ എന്നാണ് പറയേണ്ടത് നമ്മൾ. പിന്നെ അടുത്തതാണ് ഭാരത് എഗ്രീസ് വിത്ത് ജോൺ ടു സെൽ ഹിസ് വൈറ്റ് ബുൾ അൺനോൺ ടു ബോത്ത് ദ പാർട്ടീസ് ദ ബുൾ വാസ് ഡെഡ് അറ്റ് ദ ടൈം ഓഫ് ദ എഗ്രിമെൻറ്റ്. അപ്പോൾ എഗ്രിമെൻറ്റ് നടത്തുന്ന ആ സമയത്ത് തന്നെ ബുള്ള് ഡെഡായിരുന്നു. അത് രണ്ട് കൂട്ടർക്കും അറിയുമായിരുന്നില്ല, രണ്ട് പാർട്ടിക്കും അറിയുമായിരുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വോയിഡ് അബിനീഷ്യോ ആണ്. അതായത് ഇനീഷ്യലി തന്നെ ആ കോൺട്രാക്റ്റ് വോയിഡായി പോയതാണ്, അസാധു ആയി. ഇനി നെക്സ്റ്റ് റിഷാബ് sells the goodwill of his shop to Omkar for 10 lakh and promises not to carry on such similar businesses within the local limits so long as Omkar carries on like business. അപ്പം ഓംകാർ ബിസിനസ് ഇനി ഇവിടെ ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ലോക്കൽ ലിമിറ്റ്സിലൊന്നും വിത്തിൻ ദ ലോക്കൽ ലിമിറ്റിൽ ഈ ആൾ ബിസിനസ് നടത്തൂല എന്ന് പറഞ്ഞിട്ട് ഗുഡ്വില്ലാണ് ഇവിടെ കൈമാറ്റം ചെയ്യുന്നത്. ഗുഡ്വിൽ എന്ന് പറഞ്ഞ അസറ്റാണ് ഈ ഇത്രയും 10 lakh rupeesന് വിൽക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ല അല്ലേ. ശരിക്കും ഒരു ബിസിനസ് ചെയ്യില്ല, അങ്ങനെ ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയുന്ന എഗ്രിമെൻറ്റ് ശരിക്കും പാടില്ല അല്ലേ. ഏത് ബിസിനസ്സും എവിടെ വേണമെങ്കിലും ആർക്കും തുടങ്ങാമെന്നുള്ളത് എല്ലാവരുടെയും റൈറ്റാണ്, അവകാശമാണ് അല്ലേ. അപ്പം ബിസിനസ് ചെയ്യില്ല എന്ന് പറയുന്നത് അത് ലീഗലായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗുഡ്വില്ലാണ് ഒരാൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഗുഡ്വിൽ വിറ്റ് കഴിഞ്ഞാൽ അറിയാലോ, ഈ ഒരു ഓണറുടെ ആ ഒരു റെപ്യൂട്ടേഷൻ, ഓണറുടെ ആ ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസിപ്പി അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ് ആണല്ലോ, ആ ഒരു റെപ്യൂട്ടേഷൻ ആണല്ലോ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേ ഓണർ തന്നെ ആ ഒരു പരിധി ലോക്കൽ ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു കട തുടങ്ങിക്കഴിഞ്ഞാൽ ഗുഡ്വിൽ വിറ്റ് കഴിഞ്ഞു, ഗുഡ്വിൽ വിറ്റിട്ടും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ ഗുഡ്വിൽ വാങ്ങിച്ച ഒരാൾക്ക് അതൊരു ന്യായമായിട്ടുള്ള കാര്യമാവൂലല്ലോ അല്ലേ. ഗുഡ്വില്ലിൽ വാങ്ങിച്ച ആൾക്ക് പിന്നെ അത് എന്തിനാണ് വാങ്ങിച്ചതെന്നുള്ളൊരു രീതി ആവില്ലേ. അങ്ങനെ ഗുഡ്വിൽ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ആളും ഒരിക്കലും ആ ഒരു ലോക്കൽ ലിമിറ്റിൽ ഒരിക്കലും ഇതേ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇത് വാലിഡാണ്, ഇങ്ങനത്തെ എഗ്രിമെൻറ്റ് വാലിഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ബിസിനസ് ചെയ്യില്ല നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാനൊന്നും പാടില്ല. സെക്ഷൻ 27 പ്രകാരം ട്രേഡ് റീസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. പക്ഷേ എക്സെപ്ഷൻ ഉള്ളത് ഗുഡ്വില്ലിൻ്റെ കേസിൽ മാത്രമാണ്. എ പ്രോപ്പർട്ടി വർത്ത് 2 lakh was agreed to be sold for just 25,000 by a person of unsound mind. 2 ലക്ഷം രൂപയുടെ സാധനം 25,000 രൂപയ്ക്ക് വിൽക്കാമെന്ന് അൺസൗണ്ട് മൈൻഡുള്ള ഒരാൾ, അതായത് പറയില്ലേ ഭ്രാന്തുള്ള ഒരാൾ അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ശരിയായ നിലപാടുകൾ എടുക്കാൻ അല്ലെങ്കിൽ ലീഗലി അൺസൗണ്ട് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ, ആ ആൾ പറയുകയാണെങ്കിൽ അതൊരു വാലിഡ് ആണോ അതോ വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണോ. അപ്പോൾ വാലിഡിറ്റി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് യു ഇൻ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് ദ കോൺട്രാക്റ്റ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ദിസ് കോൺട്രാക്ട് ഈസ് വോയിഡ്, ദിസ് കോൺട്രാക്ട് ഈസ് വാലിഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, വെദർ ദിസ് എഗ്രിമെൻറ്റ് ഈസ് വാലിഡ് ഓർ നോട്ട് എന്ന്. അപ്പം വാലിഡ് ആണെങ്കിൽ ഹെൻസ് ദ എഗ്രിമെൻറ്റ് ഈസ് വാലിഡ് എന്നുള്ള രീതിയിൽ എഴുതാം, വോയിഡ് ആണെങ്കിൽ ഹെൻസ് ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അങ്ങനെയുള്ള രീതിയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം കേട്ടോ 7A എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. ആക്ച്വലി 7 ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മളെ കണക്ക് പ്രകാരം 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ വിത്ത് ദ സബ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. അണ്ടർ സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872
A valid contract requires free consent, lawful consideration and a lawful object in വേണം. സെക്ഷൻ 10 പ്രകാരം എന്ന് പറയാം. എന്നിട്ട് പറയാം, ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് ദ എഗ്രിമെൻറ്റ് ടു പേ ₹10,000 ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സർവീസ് ആണല്ലോ, സർവീസ് ആണല്ലോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോസ്പെക്റ്റീവ് ഗ്രൂംസ് ഈസ് ലോഫുൾ ആണ്. അപ്പോൾ ലോഫുൾ ആയതുകൊണ്ട് നമുക്ക് ഹെൻസ് ദ എഗ്രിമെൻറ്റ് ഈസ് വാലിഡ് എന്ന് പറയാം. ഇവിടെ ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് എന്നുള്ളതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ദ എഗ്രിമെൻറ്റ് ടു പേ ₹10,000 ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സർവീസ് ആണ് എന്ന് പറയാം. പിന്നെ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോസ്പെക്റ്റീവ് ഗ്രൂംസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം അത് ബ്രാക്കറ്റിൽ പറയാം, അത് ലോഫുൾ ആണെന്ന് പറയാം. പിന്നെ സെക്ഷൻ 10 ആണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിനെ പറ്റി പറയുന്നതെന്ന് പറയാം. അപ്പം എന്താണ് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം? എഗ്രിമെൻറ്റും അതിനൊപ്പം പ്ലസ് എൻഫോഴ്സബിലിറ്റി വരുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റായി മാറുന്നത് അല്ലേ. അപ്പം ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ് എന്ന് പറയാം. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ എഗ്രിമെൻ്റ് എന്തായാലും വാലിഡ് ആവും അല്ലേ, കാരണം എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൻ്റെ അകത്ത് വരുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് വാലിഡ് ആണെന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി വാലിഡ്. ഇനി നെക്സ്റ്റ് ആണ്, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 20 വേർ ബോത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു എ മാറ്റർ ഓഫ് ദ ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ് ദർ ഇസ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. രണ്ടുപേരും മിസ്റ്റേക്കിലാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത്. ഇൻ സച്ച് എ കേസ് ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് ദ ബുൾസ് ഡെത്ത് അൺനോൺ ടു ബോത്ത് ദ പാർട്ടീസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. മെയിൻ സംഭവം ഇതാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്റ്റ് ആണോ. സബ്ജക്റ്റ് മാറ്ററിൽ തന്നെ മിസ്റ്റേക്ക് വന്നുപോയി. കാരണം ബുൾസ് ഡെത്ത് സംഭവിച്ചത് അൺനോൺ ടു ബോത്ത് ദ പാർട്ടീസ് ആണ്. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഇപ്പോൾ നമുക്ക് സെക്ഷൻ ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, സെക്ഷൻ എഴുതിയിട്ട് ആ സെക്ഷൻ തെറ്റാണെങ്കിൽ ഫുള്ളായിട്ട് അവർ സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ സെക്ഷൻ ഓർമ്മയില്ലെങ്കിൽ സെക്ഷൻ എഴുതണ്ട, കുഴപ്പമില്ല, മാർക്കൊന്നും പോവില്ല സെക്ഷൻ എഴുതിയില്ലെങ്കിൽ. ബട്ട് സെക്ഷൻ എഴുതിയത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതിയതിന് പോലും അവർ മാർക്ക് തരില്ല. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ തെറ്റിക്കാതെ എഴുതുന്നുണ്ടെങ്കിൽ തെറ്റിക്കാതെ എഴുതണില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പം അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. An agreement to sell goods which is not in existence at the time of sale is void ab initio ആണ്. അങ്ങനെ വേണമെങ്കിലും ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ എക്സാമിന് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. ഇൻ ദ ഗിവൻ ഇൻസ്റ്റൻസ് Bharat agrees with John to sell his white bull, and at the time of making agreement the bull was dead and the fact of this is unknown to both the parties. അപ്പം എന്നിട്ട് പറയാം, ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹെൻസ് ദ എഗ്രിമെൻറ്റ് ഇസ് വോയിഡ് എന്ന് പറയാം. Okay, according to the Indian Contract Act 1872, an agreement to sell goods which is not in existence at the time of the sale is void ab initio. Void at the beginning itself എന്നാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ വായിച്ചുതരാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 20 പ്രകാരം വേർ ബോത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു എ മാറ്റർ ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ് ദർ ഇസ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ഇൻ സച്ച് എ കേസ് ദ എഗ്രിമെൻറ്റ് ഇസ് വോയിഡ്. In such a case, the agreement is void. In the instant case, the bull's death unknown to both the parties അങ്ങനെയാണെങ്കിൽ constitutes a bilateral mistake regarding the subject matter of the contract. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗുഡ് വില്ല് സോൾവ് ചെയ്ത ക്വസ്റ്റ്യനിലെ. അപ്പോൾ അണ്ടർ സെക്ഷൻ 27 പ്രകാരം എഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് ആർ വോയിഡ് ആണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് ചെയ്യാണ് ഞാനിങ്ങനെ ഇനി ബിസിനസ് ചെയ്യില്ല എന്ന് പറയുന്ന എഗ്രിമെൻറ്റുകളുണ്ടല്ലോ, അതൊക്കെ ഒരു വോയിഡാണ് ശരിക്കും പറഞ്ഞാൽ. റീസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് ആർ വോയിഡ്. റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തടയുക, ട്രേഡ് ചെയ്യുന്നതിൽ നിന്നും തടയുന്ന ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് വോയിഡാണ് ശരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, എല്ലാവരുടെ അവകാശമല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ ബജി പൊരിക്കുന്നു, ഇപ്പോൾ കുറച്ച് മീറ്റേഴ്സ് കഴിയുമ്പോൾ വേറൊരാളും ബജി പൊരിക്കണു നോമ്പിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനൊക്കെ പാടുണ്ടോ? ഇല്ലല്ലോ.
അത് ഓരോരുത്തരുടെ സാമ്പത്തിക നിലയും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടവും കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരുടെ അവകാശമാണ്. അപ്പോൾ അത് ഒരാൾ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് ഏർപ്പെടാൻ പാടില്ല ആസ് പെർ ദ സെക്ഷൻ 27. സോ എഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് ആർ വോയിഡ് ആണ്. പക്ഷേ ഹവർ ആൻ എക്സെപ്ഷൻ ഈസ്, അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ആൻ എക്സെപ്ഷൻ ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, ഹവർ ആൻ എക്സെപ്ഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ കോൺട്രാക്ട്സ്. ചില കരാറുകൾക്ക് ഉണ്ട് അങ്ങനെ. ഏത് കോൺട്രാക്റ്റിനാണെന്നറിയോ? ഇൻവോൾവിങ് ദ സെയിൽ ഓഫ് ഗുഡ് വിൽ സെയിൽ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾക്ക് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആൻ എക്സെപ്ഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ കോൺട്രാക്ട്സ് ഇൻവോൾവിങ് ദ സെയിൽ ഓഫ് ഗുഡ് വിൽ. The local limits within which the seller of the goodwill agrees not to carry on similar business must be reasonable. So the local limits within which, അപ്പോൾ ലോക്കൽ ലിമിറ്റ്സ് ആണ് വിത്തിൻ വിച്ച് ദ സെല്ലർ ഓഫ് ദ ഗുഡ്വിൽ ഉണ്ടാവുമല്ലോ, എഗ്രീസ് നോട്ട് ടു ക്യാരി ഓൺ സിമിലർ ബിസിനസ് മസ്റ്റ് ബി റീസണബിൾ. അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ്. നല്ലൊരു ഗുഡ്വിൽ ഉള്ളത് കൊണ്ടാണ് ആൾക്കാരെല്ലാ കസ്റ്റമേഴ്സും അവിടേക്ക് വരുന്നത്. അപ്പോൾ ആ ഗുഡ്വില്ലാണ് വിറ്റത് അല്ലേ. അപ്പോൾ ഗുഡ്വിൽ വിറ്റ് കഴിഞ്ഞാൽ, ഗുഡ്വിൽ എപ്പോഴാണ് വിൽക്കുക? നമ്മൾ ഫേം വിൽക്കുമ്പോഴാണ് ഗുഡ്വില്ലും കൂടെ വിൽക്കുക അല്ലേ. അപ്പോൾ ആ സമയത്ത് ഗുഡ്വിൽ വിറ്റു എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഇതേ ആൾക്കാർ തന്നെ ആ ഒരു പരിധിക്കുള്ളിൽ വീണ്ടും ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്നുള്ളത് എഗ്രിമെൻറ്റിൽ എന്തായാലും പറയണം. ന്യായമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ദ എഗ്രിമെൻറ്റ് ഈസ് വാലിഡ് ആണ്. അപ്പം ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് ദ restriction is limited to the local area and does not extend indefinitely and hence the agreement is valid. അതുപോലെ തന്നെ എവിടെയും തുടങ്ങൂല എന്നല്ലല്ലോ പറഞ്ഞത്, ഈ ഒരു പരിധിക്കുള്ളിൽ തുടങ്ങൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എവിടെയും തുടങ്ങൂല എന്ന് പറഞ്ഞാലാണ് അവിടെ ഒരു പ്രശ്നം വരാം അല്ലേ. വേറൊരു രാജ്യത്ത് തുടങ്ങുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. വേറൊരു ജില്ലയിൽ തുടങ്ങുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പം അവിടെ തുടങ്ങൂല എന്നാണ് പറഞ്ഞത്. ആ ഒരു ലോക്കൽ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തുടങ്ങൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അബ്സല്യൂട്ട്ലി എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ഒന്ന് ഈ ഗുഡ് വില്ലിൻ്റെ കേസും പിന്നെ ഈ ലോക്കൽ ലിമിറ്റ് എന്ന് പറഞ്ഞത് ആ ഒരു ദ റെസ്ട്രിക്ഷൻ ഈസ് ലിമിറ്റഡ് ടു ദ ലോക്കൽ ഏരിയയിലേക്ക് മാത്രമാണ്. റെസ്ട്രിക്ഷൻ ഈസ് ലിമിറ്റഡ് ടു ദ ലോക്കൽ ഏരിയ ആൻഡ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ഇൻഡെഫിനിറ്റ്ലി ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടില്ല. എവിടെയും തുടങ്ങൂല എന്ന് പറഞ്ഞില്ലല്ലോ. ഹെൻസ് ദ എഗ്രിമെൻറ്റ് ഈസ് വാലിഡ്. ഇനി നെക്സ്റ്റ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഒരു എഗ്രിമെൻറ്റ് പറയുമ്പോൾ അതൊരിക്കലും വാലിഡ് അല്ല, വോയിഡ് ആണ്. അപ്പം അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 12 എപ്പോഴും ലോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അക്കോർഡിംഗ് എന്നുള്ള വാക്ക്. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 12 എ കോൺട്രാക്ട് ബൈ എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ് ഇസ് വോയിഡ്. കോൺട്രാക്ട് ബൈ എ പേഴ്സൺ who is not of sound mind is void. In the instant case, a property worth 2 lakh was agreed to be sold for just 25,000 by a person of unsound mind. Hence the agreement is void. അപ്പം ചെറിയ രീതിയിൽ കണ്ടോ, ഫസ്റ്റ് തന്നെ ഒരു പ്രൊവിഷൻ പോലെ, പിന്നെ എന്താണ് ഫാക്ട് ഓഫ് ദ കേസ് അത് പറയുന്നു, പിന്നെ ലാസ്റ്റിൽ കൺക്ലൂഷൻ പോലെ ഹെൻസ് ദ എഗ്രിമെൻറ്റ് ഇസ് വോയിഡ്. അപ്പോൾ എന്ത് രസമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് എ പ്രോപ്പർട്ടി വർത്ത് 2 lakh was agreed to be sold for just 25,000. A property worth 2 lakh was agreed to be sold for just 25,000 by a person of unsound mind. Hence the agreement is void. Then according to the section 12, a contract by a person who is not of sound mind is void. So thank you so much for listening, and ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്യണം.